ഞാൻ ലഹരിക്കെതിരെ ഓടിയതാ. നിങ്ങൾ ഓടുകയാണെങ്കിൽ ലഹരിക്കെതിരെ ആയിരിക്കില്ല, ലഹരിക്ക് വേണ്ടി ഓടിയതായിരിക്കും. അല്ലടി, ഞാൻ ലഹരിക്കെതിരെ തന്നെ ഓടിയത്. അതെ, അപ്പൊ കഴിഞ്ഞ ആഴ്ച സൂമോ ഓടിയത് ലഹരിക്കെതിരെ ആയിരുന്നു? അല്ല, അത് ലഹരിക്കെതിരെയല്ല. അത് അവിടെ ഭർത്താവ് ഹരിക്കെതിരെയാ ഓടിയത്. എന്തിന്? ആട്ടോക്കാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത്. അതെ, ആ ചമ്മന്തി ഒന്നറിയോ? എന്താ? ആ ചമ്മന്തി ഒന്ന് അരയ്ക്കോന്ന്? തെറ്റ്. അരച്ചു വെച്ച സാധനമാണ് ചമ്മന്തി. പിന്നെ ആ ചമ്മന്തി എടുത്ത് അരയ്ക്കേണ്ട കാര്യം എന്തുവാ? അരച്ച ചന്ദനം മണക്കും കുങ്കുമം അഴുക്കം നെറ്റിയിലേ. അഴുക്ക നെറ്റിയിലല്ല, അഴക് നെറ്റിയിലേ. എന്റെ നെറ്റിയല്ലയോ? അഴുക്കായിരിക്കും. എന്റെ വായെന്ന് വല്ലതും കേൾക്കും കേട്ടോ. ഞാൻ മാത്രം ഉണ്ട് രാവിലെ കഷ്ടപ്പെടാൻ. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞേ. നിങ്ങൾ എന്തുവാ കാണിച്ചേ? നീ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാൻ, അതുകൊണ്ടാണ് അങ്ങനെ. ഓ, അറിയാവുന്നത് വല്ലതും ചെയ്യാനാ ഞാൻ പറഞ്ഞ. 10 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നില്ല. ഇപ്പൊ എന്താ കുഞ്ഞിക്കാല് കാണണം, അത്രയല്ല ഉള്ളു. കണ്ട, കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാല. കണ്ടോ? നിങ്ങളെ കൊണ്ട് അതൊക്കെ നടക്കൂ. കാടക്കോഴി പിന്നെ നടക്കാതിരുന്ന് നിരങ്ങും. എനിക്ക് എരങ്ങോന്നും എനിക്ക് ഒന്നും കേക്കണ്ട. 2 മാസം മുമ്പ് എന്റെ ഒരു മോതിരം പണയം വെച്ചിരുന്ന ഉള്ളതെല്ലാം കൊണ്ടുവിറ്റു. എനിക്കതൊന്നും എടുത്തതാ. പോയി എന്റെ അരഞ്ഞാണം വരെ കൊണ്ടുവിറ്റ്. എവിടെ അരഞ്ഞാണം കാണണം? അരഞ്ഞാണം കാണാനുള്ളതാണ്. നീ നാട്ടുകാരെ കൂടെ കാണിക്കാൻ. ഞാൻ അതല്ല, നരച്ച കറുത്ത ചരടില്ലയോ, അതിനകത്ത് വവ്വാലി അപ്പിയണക്ക് ഒരു കെണ്ട. അതാ എവിടെ അരഞ്ഞാണം. എനിക്ക് ആ കെണ്ടെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തോ കെണ്ട ഇരിക്കുന്നു. നിങ്ങൾ സത്യം പറ, നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ? ഞാനൊരു ഭാര്യയല്ലേ? എന്തെങ്കിലും ഒരു തരി പൊന്ന്, ഒരു പൊന്നിന്റെ പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്? പൊന്നിന്റെ പൊട്ടോ? നീ ആരടി? കാവിലമ്മയാ? ഞാൻ കാവിലമ്മയാ. എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം. ഈ തട്ടുകടയിൽ 10 കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുക. ഞാൻ ഈ ലോകം കണ്ടിട്ടില്ല, അറിയോ? ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഡിപ്രഷൻ അടിച്ച്. അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ വില കൂടിയ സാധനമൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ എനിക്ക് വിഷാദ രോഗം വന്നിരുന്നോ? അതിന് നിന്നെ ആശുപത്രി കൊണ്ട് കാണിച്ചില്ലേ? അമ്മ, ആശുപത്രി കേസൊന്നും പറയണ്ട. അങ്ങനെ എന്നെ ആശുപത്രി കൊണ്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഭാര്യയല്ലേ, വീട്ടിലിങ്ങനെ ഇരുത്തരുത്, പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ചേഞ്ച് ഒക്കെ കൊടുക്കണോന്ന്. പുറത്തോട്ട് കൊണ്ടുപോയി. പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ 100 രൂപയുടെ ചേഞ്ച് എന്റെ കയ്യിൽ വെച്ചെന്നത് പറയാം. ഇത്ര മതിയോ അതോ 200 രൂപയുടെ ചേഞ്ചിന് എടുക്കട്ടെ എന്ന്. ഇതുപോലെ മണ്ടകുണാപ്പനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇതുവരെ ഒരു ലോകം കണ്ടിട്ടില്ല, അറിയോ തിരിച്ചേട്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എവളെ ഭാരതപ്പുഴയെ കൊണ്ട് ഒഴുക്കാൻ കൊണ്ടുപോയി. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ? അല്ല, ഒഴുകുന്ന ഭാരതപ്പുഴയെ കൊണ്ടുപോയി. നിന്നെ ഭാരതപ്പുഴ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. ഭാരതപ്പുഴ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എന്തുവാ, കുളിക്കണം. അവിടെ ഇത്തിപ്പൂരം വെള്ളം, കാല് തന്നെയാണ് ഇത്തിപ്പൂരം വെള്ളം. അതിനകത്ത് എങ്ങനെ കുളിക്കും? ഞാൻ ചരിച്ചിങ്ങനെ കിടത്തി, എന്നിട്ട് ഞാൻ വെള്ളം തേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കരയുന്നുണ്ട്. ആരടാ ഭാരതപ്പുഴയെ പോത്തിനെ കുളിപ്പിക്കുന്നത്? അയ്യോ, സ്വന്തം ഭാര്യ പോത്താണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു വീമ്പത്തരം. നിങ്ങളെ ഞാൻ സമ്മതിച്ചു മനുഷ്യ, സമ്മതിച്ച്. വേറെ എങ്ങോ കൊണ്ടുപോയിട്ടില്ല? വേറെ എങ്ങോ കൊണ്ടുപോയി. നിങ്ങളെ കൊണ്ടുപോയി. ചേച്ചി കേൾക്കണം, ആ വേലിക്കപ്പുറത്തേക്ക് കേക്കണം. ബീച്ച് കാണാം, എടി കടല് കാണാം, ബീച്ച് വാന്ന് പറഞ്ഞോടി. പൊന്നു ചേച്ചിമാരെ, എനിക്ക് കടല് പേടിയാ. അയ്യോ, കായലി കക്ക മുങ്ങി തപ്പി വാരിക്കൊണ്ടിരുന്ന കടല് പേടിയാണ്. ഒരു ദിവസം ഞാനും കക്ക വരാൻ പോയി അവിടെ കൂടെ. കാല് തന്നെ കായലി വീണു പോയെന്ന്. എന്നിട്ട് ഈ പേങ്ങത്തി എന്നെ രക്ഷപ്പെടുത്തിയില്ല. ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനകത്ത് കിടന്ന് മുങ്ങി പൊങ്ങുമല്ലോ, അതുപോലെ പൊങ്ങുന്നു രക്ഷപ്പെടുത്തി. അങ്ങനെ നിങ്ങളുടെ കൈ പൊങ്ങി വന്നപ്പോ നിങ്ങളുടെ കയ്യേല് ഞാൻ പിടിച്ചു വലിച്ചില്ലടോ. എന്നിട്ട് വിരലെ കിടന്ന് മോതിരം ഊരിക്കൊണ്ടങ്ങ്. എന്നിട്ട് കക്ക വരാമെന്ന പെണ്ണുങ്ങൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ട് കിടത്തി ഒരു ഫ്രഞ്ച് കീസ് പഠിച്ചിട്ടാ പോയെ. അത് ഫ്രഞ്ച് കീസ് അല്ല, അതാണ് കൃത്രിമ ശ്വാസം. അല്ല, അതിനുശേഷം ഒരു ഉമ്മ എനിക്ക്. അവര് വിചാരിച്ചു കാണൂടോ കക്കയുടെ തന്തയെന്ന്. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. എന്നാ ഇത് മാന്ത അങ്ങോട്ട് ചൊറിഞ്ഞാടി. എവിടെ? അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടുമെന്നും പറഞ്ഞ് 3 പ്രാവശ്യമാണ് കടലിലെടുത്ത് ചാടിയത്. ചൊറിച്ചില് മാറിയാ? അയ്യോ, അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ ഈ മണൽ വാരുന്ന ആണുങ്ങളുണ്ടല്ലോ, അവര് വന്നങ്ങനെ മുങ്ങി തപ്പിയെടുത്ത് ഫ്രഞ്ച് കിസ് അടിച്ച് അവിടെ കിടത്തി. അതേ പിന്നെയാണ് ഇങ്ങേര് അവിടെ ചാട്ടം നിർത്തിയത്. മടുത്തെനിക്ക്. ചാട്ടമല്ല, നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാ മതി.
ഇന്നലെ. ഈശ്വര എത്ര ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചു വിട്ടെന്നറിയോ ഇയാളുടെ കൂടെ. ഇന്നലെ. എനിക്ക് മടുത്തു. ജീവ, ഞാൻ ഇറങ്ങി വരട്ടെ. നിങ്ങളിത് കാണുക, അധികാരം നിലയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കാണുക. വിമല ജീവന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോകുന്നു. വിമല ഗോൾ അടിക്കുമോ അതോ ജീവൻ ഗാലറിക്ക് പുറത്തു പോകുമോ? നിങ്ങൾ കാണുക, ഇത് ഘടികാരം നിലയ്ക്കുന്ന സമയം. നിർത്തണോ? അങ്ങേർക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കൊടുക്കും. ഞാൻ പെട്ടെന്നല്ലേ വന്ന് അറ്റാക്ക് ചെയ്തത്. പറ ജീവ, നിങ്ങളുടെയാണ് തീരുമാനം. മോനെ, നീ അബദ്ധത്തിൽ പോലും അക്ഷി എന്ന് പറഞ്ഞ് തുമ്മരുത്. തുമ്മിയാൽ യെസ് എന്നായിരിക്കും കേൾക്കുന്ന. പാടി താഴെ വന്നിട്ട് മുകളിൽ വരുന്ന സമയം കൊണ്ട് നിന്റെ തോളെ കയറിയിരിക്കുക. ജീവ, നാട്ടുകാർ പലതും പറയും. പറ ജീവ, എന്റെ ജീവിതം ഇനി ജീവയുടെ കയ്യില. ഒരു തീരുമാനം പറ. എനിക്ക് പേടി, എനിക്കൊരു ഭാര്യയുണ്ട്. ആണ്ടേ, അത് കൊള്ളാം. അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഇത്രേ ഉള്ളു. പാടി മക്കളെ. ഞാൻ വന്നോളാം. അയ്യോ, എന്റെ ദോശ കരിഞ്ഞേ. മോനെ പാവോ, ഒന്ന് വരട്ടിയാ നിന്ന് കരയും. ആര്? ഞാൻ. എന്നാ അവിടെ നിന്ന് കരയണ്ട, ഇങ്ങോട്ട് വാ. ദോശ കരിയും. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. ഈ സമയം കൊണ്ട് നിങ്ങൾ ദോശച്ചട്ടിയെ കയറി കിടക്കരുത്. ദോശ കസേരയിലും ഇരിക്കരുത്. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. നിന്നാണ്. അയ്യോ, ഇനി എന്റെ തല പൊട്ടിത്തെറിക്കാൻ. നമ്മുടെ അന്നമാണ്. കയ്യട് മനുഷ്യ, കയ്യട്. വേദന കാരണം എടുക്കാൻ മറന്നു. നന്നായി. ഇറച്ചി പോലെ വെന്തല്ലോ. എന്നാ പഴംപൊരി കൂട്ടി അടി. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വിശക്കണ്. വിഷുക്കണിയോ? വിഷുക്കണിയല്ല, എനിക്ക് വിശക്കുന്നെന്ന്. എടാ, വിശക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ആഹാരം മേടിച്ച് കഴിക്കണം, അല്ല ഇവിടെ വന്നല്ല പറയേണ്ടത്. ഇത് ഹോട്ടലല്ലേ? അയ്യോ ശരിയാണല്ലോ, തട്ടുകടയാണല്ലോ. അവൾ അറിഞ്ഞ എന്നെ എടുത്ത് ഉടുക്കും. ഇപ്പൊ ഇരി, എന്താ നിനക്ക് വേണ്ടേ? ഇവിടെ ഡിമാൻഡുള്ള എന്തുണ്ട്? ഡിമാൻഡുള്ളത് പൊറോട്ട. ചൂടപ്പം പോലെ വിറ്റ് പോകുന്നത്. അപ്പൊ ചൂടപ്പം എങ്ങനെ വിറ്റ് പോകും? ചൂട് പൊറോട്ട പോലെ വിറ്റ് പോകും. എന്നാ പൊറോട്ട മതി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. അതാണ്. ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ്. അതാ. അതെ, കറി എന്താ വേണ്ടേ? മുട്ടയും ചാറും. ഞങ്ങളുടെ അടുത്തൊക്കെ മഴയാ ചാറുന്നത്. നിന്റെ അടുത്ത് മുട്ടാന്നൂടെ ചാറുന്നേ? ഈ മുട്ട പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പർ കിടന്നതാണോ? ഏത്? ഈ ചാറിന്റെ കോമഡി. നീ തിന്നണ്ട. ഉഗ്രാം കോമഡി. കേറ്റ്. ഓ, എന്താ നിന്റെ പേര്? ജസ്റ്റിൻ കുരുവിള. ഭാഗ്യമുള്ളവനാടാ. ആ, നിനക്ക് ജസ്റ്റ് കുരുവല്ലേ ഉള്ളു. ഓ, ഓരോരുത്തർക്ക് എന്തെന്തും കുരുകളാണ്. ലോണടയ്ക്കാൻ വയ്യാത്തന്റെ കുരു, പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ലാത്തന്റെ കുരു, വീടും വസ്തുവില്ലാത്തന്റെ കുരു, അങ്ങനെ എന്തെല്ലാം കുരുവാണെന്ന് ചേട്ടാ. പിന്നെയാണെങ്കിലേ എന്റെ പേരാ പറഞ്ഞത് ജസ്റ്റിൻ. വീട്ടിന്റെ സ്ഥലപ്പേരാ കുരുവിള. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇവിടെ ജോലി എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ആകെ വെള്ളം എടുക്കുന്ന ജോലി. അതാ ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ അതിന് ചെയ്തോളാം. അപ്പൊ പിന്നെ ഞാൻ ഊഞ്ഞാലാടാൻ പോണം. എന്നാ ഞാൻ ഊഞ്ഞാലാടാൻ പോവാം. ചേട്ടൻ വെള്ളം എടുത്തോ. എടാ, നിനക്ക് എന്തെങ്കിലും ജോലി അറിയാവോ? ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ ജോലി ചെയ്യുന്നേ? എന്തെങ്കിലും കാണിച്ചെന്നാ ഞാൻ അതുപോലെ ചെയ്തോളാം. ഞാൻ കാണിച്ചു തരുന്നതൊക്കെ നീ ചെയ്യോ? ചെയ്യാം. ശരി, ഞാൻ നാക്ക് കൊണ്ട് മൂക്കേ തൊടും. ചെയ്യാവോ? എന്നാ മൂക്കിന്റെ കൊണ്ടുവാ. എന്റെ മൂക്കേലല്ല, നിന്റെ മൂക്കേ. സ്വന്തമായിട്ടാ? അയ്യോ, അത് പറ്റൂല. അത് ചേട്ടന് എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാ. ചേട്ടൻ ഒരു 70 വയസ്സാകുമ്പോഴേ നാക്ക് ഉച്ചിയിലെത്തും. സത്യം പറഞ്ഞോട്ടല്ലേ ചേട്ടാ? ചേട്ടാ ഈ ആഹാരം കൊണ്ട് തന്നപ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരണം. അതെന്താ, നിന്റെ അമ്മയ്ക്ക് മീശയുണ്ടോ? ആരെങ്കിലും കണ്ടാ മുട്ട കയറി വായി കടിച്ചിരിക്കാൻ തോന്നുമല്ലോ. ഞാൻ ആരുമില്ലാത്ത വീട്ടിലെയാ ചേട്ടാ. നീ എന്തിനാടാ ആരുമില്ലാത്ത വീട്ടിൽ കയറി കിടക്കുന്നത്? അതല്ല, ഞാനൊരു ഓർഫനാണ്. അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ച് ജീവിച്ചൂടെ? ഏത് ഓർഗൻ? അതല്ലെന്ന് ചേട്ടാ, എന്റെ വീടെന്ന് തറവാടൊക്കെ ഉണ്ടല്ലോ, അത് ക്ഷയിച്ചതാ. അപ്പൊ പുലേനാർ കോട്ടാ അവിടെ എന്തോന്ന്? അതല്ലേടാ ക്ഷയരോഗത്തിന്റെ ആശുപത്രി. അതല്ല ചേട്ടാ, ഞാൻ ജനിച്ചതേ ഒന്നുമില്ലാതെ. ഞങ്ങള് പിന്നെ ഷിർവാണി ഇട്ടോണ്ടല്ലേ ജനിച്ചത്. എല്ലാരും ജനിക്കുന്നത് ഒന്നുമില്ലാതാ ജനിക്കുന്നത്. കളവ അതല്ല. എനിക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, സഹോദരന്മാരുമില്ല. ഞാനാണ്. കരയല്ലേടാ മകളെ. നിന്റെ വിഷമം മനസ്സിലായി. എനിക്ക് കുട്ടികളില്ലല്ലോ. കൂടെ പോയി ഊട്ടിയില് പിള്ളേരല്ലേ എനിക്ക്? കുട്ടികളില്ലേ? അയ്യോ, കുട്ടികളുണ്ടാവുള്ള എളുപ്പ വഴിയുണ്ട്, എനിക്കറിയാം. സ്കൂളിന് മുമ്പേ കൂടെ പോകുമ്പോ പതുക്കെ പോയാൽ മതി. അതെന്തിനാ? അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പതുക്കെ പോവുക, കുട്ടികളുണ്ടെന്ന്. നിന്റെ അച്ഛനും അമ്മയൊക്കെ നിനക്ക് നഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയാവോ?
നിന്റെ വായിന്ന് വരുന്ന കേട്ട് അവര് ഉറങ്ങി ഓടിയതായിരിക്കും. കരയാതെ മകളെ, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണം ആണോ? ഒരു നേരത്തെ അച്ഛൻ വേണം, ഒരു നേരത്തെ അമ്മ വേണം. ഞാൻ നിന്റെ അച്ഛനാവാ. വിളിച്ചോട്ടെ. വിളി. അത് വേണ്ട, മാറി കിട്ടുന്നുണ്ട്. അതെ, എന്റെ ഭാര്യ വിമല ഒരു സർപ്രൈസ് ഉണ്ട്. എന്നാ മേളിൽ ചെറിയ വെച്ചത് മതി. എന്തുവാ? കപ്പൈസ്. നിന്നെ നാട്ടി കയറ്റുവോ ആൾക്കാര്? ഇതൊക്കെ കൊണ്ടാ. വിമല എന്റെ ഭാര്യ, നിനക്കമ്മ കേട്ടോ. അവള് വരുമ്പോഴേ നീ അമ്മയെ വിമലയാണ് എന്റെ അമ്മയെന്ന് പറയണം. അവക്കൊരു സർപ്രൈസ് ആയി പോയി. ഓക്കെ, പേര് ഓർത്തിരുന്നോ? വിമല. വരുന്നത് നിന്റെ തള്ള. ഓ, പോലീസ് പിടിച്ചോ? അതല്ല, ഞാനേ ആ കിണറ്റിൻകരയിൽ വെള്ളം കോരിയോണ്ട് നിക്കായിരുന്നേ. അപ്പൊ കൊറേ ആണുങ്ങൾ അവിടെ നിക്കുക. അവര് പറയണേ ആ ചേച്ചിയെ കാണാൻ അന്നാരാജനെ കൂട്ട് തന്നെ ഇരിക്കുന്നെന്ന്. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് എന്റെ അമ്മ അന്നാരാജനാണെന്ന് ഞാൻ. എന്റെ ദൈവമേ, എങ്ങനുണ്ട് നിന്റെ തള്ള? അല്ല തള്ള. എന്താ ആയിരിക്കുന്ന പയ്യനെ കണ്ടോ? നിനക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമമല്ലേ? നീ അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ മോനാണത്. ഡേയ്, നിന്റെ അമ്മ നിനക്കൊരു കുഞ്ഞുണ്ടാവത്തിന്റെ ഫീലിംഗ് പറഞ്ഞാ മനസ്സിലാവില്ല. അത് പാട്ട് പാടിയാലേ മനസ്സിലാവുള്ളൂ. മ്യൂസിക് ഈസ് എ തെറാപ്പി. കൊച്ചുണ്ടായി ഫീലിംഗ്സോ, കൊച്ചുണ്ടായി ഫീലിംഗ്സോ, കൊച്ചു 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 ഫീലിംഗ്സോ, കൊച്ചുണ്ടായി അടി തൊലയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് പറയടാ നിന്റെ അമ്മയുടെ പേര് പറ. അവന്റെ അമ്മയുടെ പേര് കേട്ടാ നീ ഞെട്ടും. അതാ പറയടാ മകളെ. അമ്മയുടെ പേര് ജലജ. അയ്യോ, പപ്പടക്കാരി ജലജ. അപ്പൊ പപ്പടക്കാരി ജലജയിൽ ഉണ്ടായ കുഞ്ഞല്ലയോ ഇത്? ഇത്ര പെട്ടെന്നാ വള്ളുവനാട്ടേക്ക് പോയത്. അമ്മയുടെ പേര് പറ. അമ്മയുടെ പേര് വനജ. അയ്യോ, പാലക്കുകാരി വനജയുടെ മോൻ തന്നെ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് വിലമ. വിമലല്ലടാ, ഒരു തള്ളയുടെ വിലാപം. ഒരര അടിച്ചതാ മൊത്തം പോയി. ഞാൻ പറയുന്നു, നിങ്ങൾ അവനെ പറഞ്ഞു വിട്. ഇറങ്ങടാ, എന്റെ കടയിൽ നിന്ന് ഇറങ്ങടാ. നീ എന്റെ മോനുമല്ല, ഞാൻ നിന്റെ അച്ഛനുമല്ല. അപ്പൊ അനാഥനാടുകൾക്ക് ഇറക്കി വിടാം. ഇറക്കി വിടുന്നതിന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു പൊറോട്ട കട തരുമോ? കേട്ടടാ, പറയുന്നു ഒന്ന് കേക്ക്. പറന്നു വരുന്നത് കേക്കല്ലല്ലോ, പറന്നു വരുന്നത് കൊക്കല്ലേ. ഞാൻ പറയുന്ന ഒന്ന് സീരിയസ് ആയിട്ട് ഇരിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത് നിന്റെ മനസ്സുണ്ടല്ലോ, കാണാതെ പോകും. എടി, ഞാൻ പറയുന്നത് കേക്ക്. അവൻ എവിടുന്നോ ആഹാരം കഴിക്കാൻ വന്ന് അവന്റെ അടുക്ക ഞാൻ പറഞ്ഞു അവൻ അച്ഛനില്ല അമ്മയില്ല, എന്നാ ഈ ഞങ്ങളുടെ ഞാൻ ദത്തെടുത്തോളാന്ന് പറഞ്ഞ് അതാ പറഞ്ഞത്. അതായിരുന്നു. എന്തിനാ ദത്തെടുക്കുമ്പോ നല്ലത് നോക്കിയെടുക്കളിയാ. ഈ മുതുക്കനൊക്കെ കൊണ്ട് നമ്മൾ എന്തോ കാട്ടാനാ? വല്ല ചെറുതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണനയെങ്കിലും കിട്ടും. എടി, കൊച്ചിനെ കൊണ്ടുവന്ന് പാല് കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി ഈ കാശ് കൊടുത്ത് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ട അടിപ്പിക്കാനല്ലേ? അവനെ കണ്ടാ അറിയാം പൊറോട്ട അടിക്കുന്നവനാ. ഒരു പൊറോട്ട വേണം. കണ്ടോ? ചേട്ടാ, എന്തോ ആവട്ടെ, നമുക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. വയസ്സാം കാലത്ത് ഫ്ലൂട്ടോ? കൂട്ടല്ല, വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. മകളെ, ഇന്ന് മുതല് നീ ഞങ്ങളുടെ ദത്തുപുത്രൻ തന്നെയാണ്. ശരി, അനുഗ്രഹം വാങ്ങിച്ചോ. എടാ, അനുഗ്രഹം വായിരേ. മോനെ, ഇത് അവിടെ ഇരിക്കുന്നോണ്ടാണ് മാറ്റി. ബാഗ് ഞാൻ തരൂല. അങ്ങോട്ട് മാറ്റി. ബാഗ് എനിക്ക് വേണം. എന്തൊന്നും നോക്കൂടെ? പിടിക്കരുത്. ഇതെത്രയാണ്? അത് പിന്നെ ഗ്രീൻ ടീ പൊടിച്ചത്. ഇടുക്കി ഗോൾഡ്. അയ്യോ, സ്വർണ്ണമാണോ? സ്വർണ്ണമല്ലടി, കഞ്ചാവ്. അയ്യോ, നീ
ആണ്ട് ലഹരിയും കൊണ്ട് ഓടുമ്പോ ചൂളം വിളിച്ചതേ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കിട്ടണം. തട്ടുകടയുടെ മറവിൽ അവൻ കഞ്ചാവ് വിൽക്കാൻ വന്നതായിരിക്കും. പോലീസിനെ വിളിക്കില്ലേ? അവൻ എന്തായാലും ഓടി. ഇത് നമ്മുടെ കയ്യിലിരിക്കുക. നമ്മളെ പോലീസ് പിടിക്കും. പോലീസ് പട്ടി ഒന്ന് മണപ്പിക്കും. ഒരു കാര്യം ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് കളയും. മനുഷ്യ എന്തെങ്കിലും ചെയ്ത് എവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുപ്പിലിട്ട് കത്തിച്ച് കളയാം. എന്നറിയോ, നമ്മളിത് കത്തിക്കുമ്പോഴേ ലഹരി ഇനി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കൂടെ അത് കത്തിച്ചോട്ടെ. ഒരു കാര്യം ചെയ്ത് കത്തിച്ചോളാം. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ? വേഗം വേഗം കത്തിച്ചോളയാണോ? അണ്ണാ, As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. രാജ്ഞി, ഈ കൊട്ടാര നിവാസികളോടെല്ലാവരും പറയാനുള്ളൊരു സത്യം എനിക്കുണ്ട്. രാജ്ഞിയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചതല്ല നീ വിചാരിച്ചേ? സ്വർണം കൊണ്ട് പണയം വെച്ചു ഞാൻ വിചാരിച്ചു. പണയം വെച്ചല്ല, പിന്നെ ഒളിപ്പിച്ചു വെച്ചതാണ്. ഒളിപ്പിച്ചു വെച്ചതാ? ഒളിപ്പിച്ചു വെച്ച് അണ്ണ പറയണ്ട, എവിടെ ഒളിപ്പിച്ചു വെച്ചാ സ്വർണം? ഓസം പാളികളുടെ ഇടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓസോൺ പാളിയുടെ ഇടയിൽ നീ പോയി നീ എടുത്ത വളരെ ശ്രദ്ധിക്കണം. തെക്ക് കിഴക്ക് ഭാഗത്ത് ഓസോൺ പാളികളിൽ വിള്ളൽ വീണിട്ടുണ്ട്. ചേണി വെച്ച് കയറുമ്പം തെലിയടിച്ച് വീഴും. എന്റെ ദൈവമേ, ലഹരി കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചെന്ന് ഞാൻ കേട്ടിട്ടുള്ളേ. ഇപ്പൊ ഞാൻ കണ്ടേ. എന്റെ ദേവിയേ, അണ്ണാ, ഞാൻ എന്തോ ചെയ്യണം? നീ പോക്കോ, ഞാൻ പോക്കാം.